മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലോത്ത് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതൊരു പേപ്പറാണ്. ഒരു വശത്ത് പശയുള്ളതും ഒരു വശത്ത് പ്ലെയിൻ ആയിട്ടുള്ളതുമായ പേപ്പറാണ്. ഇത് തുണിയിൽ വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സാധാ ക്ലോത്ത് ആണെങ്കിൽ ആ ക്ലോത്തിന് കട്ടി ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ബാഗ് മേക്കിങ്ങിന് സ്പോഞ്ച്. ഈ സ്പോഞ്ച് ക്ലോത്തുമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്തിന് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ഇത് സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. ഇത് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കോറയാണ്. ഇതിന് കോറ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഇന്നറായിട്ട് ബാഗിനകത്ത് ഇന്നറായിട്ട് ഉപയോഗിക്കുന്നതാണ്. പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്നതാണ് ഈ ക്ലോത്ത്. ഇത് വെള്ളം ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ബാഗിലോ ബാഗിനകത്ത്, അതായത് ക്ലോത്ത് കൊണ്ടാണല്ലോ നിർമ്മിക്കുന്നത്, അപ്പോൾ ബാഗിന് അകത്തേക്ക് വെള്ളം കടക്കാതെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ ഇന്നർ. ഇതാണ് സിബ്. സിബ് നമുക്ക് പല അളവിലും കിട്ടുന്നതാണ്. അത് പല കളറിലും പല വലിപ്പത്തിലും നമുക്ക് സിബ് വാങ്ങാൻ കിട്ടും. ഈ സിബിൽ ഉപയോഗിക്കുന്നത് ഇത് റണ്ണറാണ്. ഇത് നല്ല സ്റ്റീലിൻ്റെ ക്വാളിറ്റിയുള്ള റണ്ണർ തന്നെയാണ്. എപ്പോഴും നമ്മൾ ബാഗ് നിർമ്മിച്ച് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള സിബുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിന് 2.5-3 രൂപയൊക്കെ ഇതിന് വില വരുള്ളൂ. അതുപോലെ തന്നെ സിബാണെങ്കിൽ ഈ സിബ് നല്ലത് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിന് പല അളവുകളും പല കളറുകളിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതാണ് വെൽക്രോൺ. ഇത് രണ്ടും വേറെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ബാഗിലെ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്യണ സമയത്ത് നമ്മൾ സിബ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ വെൽക്രോൺ ഉപയോഗിക്കാറുണ്ട്. ഇതും ബാഗിന് വളരെയധികം ഫിനിഷിങ് കിട്ടാനായിട്ടും നല്ല അതാണ്. അതായത് സിബ് പിടിപ്പിക്കുന്ന അത്രയും ടൈമൊന്നും വേണ്ട വെൽക്രോണ് പിടിപ്പിക്കുക. ബാഗിലെ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്യണ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അതുപോലെ ബാഗിൽ പിടിപ്പിക്കാൻ പറ്റുന്ന, പോക്കറ്റിനൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന വേറൊന്നാണ് പ്രസ് ബട്ടൺ. ഈ പ്രസ് ബട്ടണും ഈ മെഷീൻ വെച്ച് വളരെ എളുപ്പം നമുക്ക് പിടിപ്പിക്കാൻ കഴിയുന്നതാണ്. പ്രസ് ബട്ടൺ ഉപയോഗിക്കുമ്പോഴേക്ക് വളരെയധികം ഫിനിഷിങ്ങോടുകൂടി ഇന്നറിനകത്ത് വളരെയധികം ഫിനിഷിങ്ങോടുകൂടി തന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഇന്നറിൽ ഈ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നതെന്ന്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെതും കിട്ടും, അതല്ലാതെ സ്റ്റീലിൻ്റെ പ്രസ് ബട്ടൺ. ഇത് മാഗ്നറ്റിക് ബട്ടണാണ്. ഇതും പോക്കറ്റിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് നമ്മൾ ബാഗ് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗിന് കൂടുതൽ ഫിനിഷിങ്ങും ഭംഗിയും ഉണ്ടാകുകയും നമുക്കത് കൂടുതൽ സെയിൽ കിട്ടാനായിട്ടും, എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെയുള്ള ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ ബാഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്.